മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ ഒരു പ്രധാന വാർത്ത കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 13 സീറ്റിന് വേണ്ടി തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണിത്. കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിൽ പങ്കാളിയാകുമ്പോൾ അവർക്ക് മുൻപ് UDF-ലുണ്ടായിരുന്ന 15 സീറ്റിൽ കുറയാതെ നൽകാമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ വാഗ്ദാനം. എന്നാൽ താക്കോൽ സ്ഥാനീയനായ നേതാവും CPM-ൽ നിന്ന് ദത്തെടുത്ത നൂലിൽ കെട്ടി ഇറക്കിയ നേതാവല്ലാത്ത ഒരു ഇത്തിൽക്കണ്ണി രണ്ടും കൂടി ചർച്ചയ്ക്ക് പോയപ്പോൾ സ്വാഭാവികമായും അവർ അവരുടെ 2 സീറ്റുകളും ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന 2 സീറ്റ് വേണ്ടെന്ന് വെച്ചു. ബാക്കി 13 സീറ്റുമായി AKG സെന്റർ വിടുന്നു. കുറ്റിയാടി സീറ്റിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവും കഴിഞ്ഞപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആ സീറ്റിനായി ആഭ്യന്തര പ്രശ്നം ഉടലെടുത്തത്. തങ്ങൾ കാരണം മുന്നണിക്ക് വിജയസാധ്യത നഷ്ടപ്പെടേണ്ടെന്ന നല്ല ഉദ്ദേശത്തോടെ ജോസ് കെ മാണി അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി സംസാരിച്ച് കുറ്റിയാടി സീറ്റ് താൽക്കാലികമായി CPM-ന് വിട്ടുകൊടുത്തു. പകരം വരുന്ന തെരഞ്ഞെടുപ്പിൽ 13 സീറ്റ് നൽകിക്കൊള്ളണമെന്ന് ഉറപ്പുവാങ്ങുകയും ചെയ്തു. ഇവിടെ 2 വിഷയമാണ് ഇക്കാര്യത്തിലുള്ളത്. ഒന്ന്, കേരള കോൺഗ്രസ്സുകാർ ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുകയാണെന്നും 2011-ൽ മുസ്ലിം ലീഗ് 5ാം മന്ത്രിക്ക് വേണ്ടി കടിപിടി കൂടിയതുപോലെയുള്ള ഒരു സംഗതിയായി ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. രണ്ടാമത്തെ സംഗതി, CPM വാക്കുപാലിക്കില്ലെന്ന് സമൂഹത്തെ ധരിപ്പിക്കുവാനുള്ള ഒരു ശ്രമവും നടക്കുന്നു. അത് കേരള കോൺഗ്രസ് അക്കൗണ്ടിൽ വേണ്ടെന്ന് തന്നെയാണ് കേരള കോൺഗ്രസ്സുകാർ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മുന്നണി മര്യാദകൾ അനുസരിച്ച് CPM ആർക്കൊക്കെ വാക്കു പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി പാലിച്ചിട്ടുള്ള പാർട്ടി തന്നെയാണ്. കാര്യങ്ങളിൽ കുറച്ച് കർക്കശത പാലിക്കും, അതവരുടെ നയമാണ്. CPM-നെ താറടിക്കുവാൻ കേരള കോൺഗ്രസിനെ ചാരി നിന്ന് നടത്തുന്ന ഈ വക പ്രചാരണം അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്തി പ്രേക്ഷകർക്ക് കൊടുക്കണം. 13ാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് ധാരണയുടെ പുറത്ത് മാറിക്കൊടുത്തതല്ലെന്ന് മാധ്യമങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? വാർത്തകൾ ഇങ്ങനെ വളച്ചൊടിച്ചാൽ നിങ്ങളുടെ വിശ്വാസ്യതയെ തന്നെയല്ലേ ബാധിക്കുന്നത്? കുറ്റിയാടി സീറ്റിൽ നിന്നും മാറി നിന്ന അന്നത്തെ സ്ഥാനാർത്ഥി മുഹമ്മദ് ഇക്ബാലിനെ കുടിയിരുത്തുവാൻ വേണ്ടിയാണ് ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷൻ കേരള കോൺഗ്രസിന് നൽകിയത്. എന്നാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന് പറഞ്ഞതുപോലെ താക്കോൽ സ്ഥാനീയൻ അത് അടിച്ചുമാറ്റി. അതിന് ജോസ് കെ മാണി കൂട്ടുനിന്നത് തെറ്റായിപ്പോയെന്ന് അന്നു മുതൽ പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പുമുണ്ട്. താക്കോൽ സ്ഥാനീയന്റെ കയ്യിൽ നിന്ന് എന്ന് താക്കോൽ തിരിച്ചു വാങ്ങി ഉത്തരവാദിത്തമുള്ള മറ്റാരെങ്കിലും ഏൽപ്പിക്കുന്നോ അന്നേ ഗുണം പിടിക്കൂ. ഈ ആവശ്യം പലതവണ ജോസ് കെ മാണിയോട് പല പ്രവർത്തകരും പറഞ്ഞിട്ടുള്ളതാണ്. പല ചട്ടിയിൽ നക്കി രുചിയുള്ള ഇവനൊക്കെ ഇപ്പോഴും രുചിയുള്ള മറ്റ് ചട്ടികൾ വല്ലതുമുണ്ടോ എന്ന് നോക്കി നടക്കുക. അതിൻ്റെ ഭാഗമാണ് പാർട്ടി മുന്നണി മാറണമെന്ന പ്രചാരണമൊക്കെ നടത്തിക്കുന്നത്. തലമുതിർന്ന 4 നേതാക്കൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ചങ്കൂറ്റമുള്ള ഒരുത്തനും ഈ പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ പോരായ്മ. പണ്ട് PJ ജോസഫിന് കോട്ടയം പാർലമെന്റ് സീറ്റ് കൊടുക്കണമെന്ന് മുതിർന്ന നേതാക്കളായ CF തോമസും ജോയി എബ്രഹാമും കൂടി പദ്ധതിയിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിച്ച് ചാഴിക്കാടനെ പാർലമെന്റിലേക്ക് അയക്കാൻ കാരണമായത് പാർട്ടിയിലെ മറ്റൊരു നേതാവാണ്. ഇപ്പോൾ മുന്നണിയിൽ സീറ്റുകൾ ചോദിക്കുന്നത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മ പിതാമകനെ അമ്പെയ്ത് വീഴ്ത്തിയ അർജുനന്റെ തന്ത്രം പോലെയാണ്. മുൻപ് സീറ്റ് നഷ്ടപ്പെട്ട മുഹമ്മദ് ഇക്ബാലിനെ നൽകുവാനാണെന്ന് പറഞ്ഞാണ് ഈ സീറ്റിന് വേണ്ടി കേരള കോൺഗ്രസ് ചോദിക്കുന്നതെങ്കിലും ഒടുവിൽ അത് താക്കോൽ സ്ഥാനീയൻ അടിച്ചു മാറ്റാനുള്ള നീക്കമാണ് നടത്തുന്നത്. കോട്ടയം ജില്ലയിൽ ഒരു സീറ്റിലും ഇയാളെ പരിഗണിക്കുവാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് കേരള കോൺഗ്രസ്. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വമെടുത്ത് ഒടുവിൽ കേരള കോൺഗ്രസിൽ തിരികെ വന്ന ഇവനെയൊക്കെ നിർത്തേണ്ടിടത്ത് നിർത്തണമായിരുന്നു. നിയമസഭാ സീറ്റ് ലഭിക്കില്ലെന്നറിഞ്ഞപ്പോൾ മുതൽ ജോസ് കെ മാണി നിയമസഭയിൽ വിജയിച്ചു വരുമ്പോൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് തനിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണെന്ന പ്രചാരണം നടത്തുകയാണ്. അതും പോരാതെ അടുത്ത ലോക്സഭാ സീറ്റും സ്വയം റിസർവ് ചെയ്തിട്ടുണ്ട്. കാരണം പിരിവ് നടക്കണമല്ലോ, പിരിക്കാനൊരു സ്ഥാനവും കാരണവും വേണ്ടേ? മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇയാളുടെ കാഴ്ചപ്പാടിൽ ജോസ് കെ മാണി കഥ പറയും, പക്ഷെ പാട്ടുപാടില്ല. റോഷി അഗസ്റ്റിനും തോമസ് ചാഴിക്കാടനും എന്തിനും പോന്ന ജയരാജും പാട്ടുപാടും, പക്ഷെ കഥ പറയില്ല. പാർട്ടിക്കുള്ളിൽ കഥ പറയാനും പാട്ടുപാടാനും അറിയാവുന്ന ഏക അവതാരമാണ് ഇയാൾ. ഇങ്ങനെയാണ് ഇയാളെ കേരള കോൺഗ്രസിലെ നന്തങ്കോട് സു എന്നറിയപ്പെടുന്നത്. ഇയാൾ P. ബാലചന്ദ്രൻ MLA നിയമസഭയിൽ പറഞ്ഞ കഴുതയുടെ പ്രതീക്ഷയിലാണ് ജീവിച്ചു പോകുന്നത്. അടുത്തയാഴ്ച മുതലാളിയുടെ മകൾ 10ാം ക്ലാസ് തോൽക്കുമ്പോൾ കെട്ടിച്ചു തരുമെന്ന ഏക പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്.